ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലോത്തിലേക്ക് കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് പേപ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് ക്ലോത്ത് മടക്കേണ്ടത്. ഫസ്റ്റ് പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കുക. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ മടക്കുക. ഓക്കെ, ഇപ്പോൾ 4 പോർഷൻസ് കിട്ടും. 1, 2, 3, 4. ഇതുപോലെയാണ് നമ്മൾ ക്ലോത്തും മടക്കേണ്ടത് കേട്ടോ. ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് ഞാൻ മടക്കി, എനിക്ക് 4 വശമുണ്ട് കേട്ടോ ക്ലോത്ത്. ഞങ്ങൾ ഈ മെഷർമെൻ്റ് ഒന്ന് എടുക്കുക. അതിങ്ങനെ വെച്ചതിൻ്റെ ശേഷം 5 ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. 2 ഇഞ്ചസ് 3 ഇഞ്ചസ് അങ്ങനെ നമ്മൾക്ക് ഇഞ്ചസ് വരുന്നത് 60 വരെയാണ് ഇഞ്ചസ് വരുന്നത്. സെൻറ്റിമീറ്റേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അത് സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് വരുന്നത് 150 വരെയാണ് ഇതിൽ സെൻറ്റിമീറ്റേഴ്സ് മാർക്കിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇതിലുള്ളതിലാണ് പറഞ്ഞു തരുന്നത്. ഈ 1 നിന്ന് 2 നടുക്കുള്ള ഈ ലൈൻസ് 1/2 ഇഞ്ചസ് ആണ് വരുന്നത്. ഈ 1/2ൻ്റെയും 1ൻ്റെയും നടുക്ക് വരുന്നത് 1/4 ഇഞ്ചസ്. ഇവിടെ 1/2ൻ്റെയും 2ൻ്റെയും നടുക്ക് വരുന്ന വലുതാണ് 3/4 ഇഞ്ചസ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം കേട്ടോ. ഇവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കേട്ടോ. 12 ഇഞ്ചസ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേണ്ടത് 0.2 ആണ്. 0.2 എന്ന് പറഞ്ഞിട്ടുള്ള 3.5 ആണ്. അപ്പം മെഷർമെൻറ്റ് ടാപ്പ് വെച്ചു. ഇവിടെ നിന്ന് 3.5 അടയാളപ്പെടുത്തി. അതായത് 2.50 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുക 2.50 ജസ്റ്റ്. അപ്പോൾ 0.4 എന്ന് പറയുന്നത് അവിടെ നിന്ന് 2 ഇഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് വരച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് സർക്കിളായിട്ടുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഇവിടം വരെ വേണ്ട ഷേപ്പ് കുറച്ചൊന്ന് വിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചൊക്കെ വിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഷേപ്പ് വരച്ചു. ഓക്കെ, ഇനി അടുത്ത 5 ആണ് വരുന്നത്. അപ്പോൾ 5 ഇഞ്ചസിൻ്റെ ഇവിടെ ഞാൻ വെച്ചു. ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്കെയിലെടുത്തിട്ട് ഇവിടെയും അടയാളപ്പെടുത്തി. ഓക്കെ, ഷേപ്പാണ് ഇനിയും വരച്ചു കൊടുക്കേണ്ടത്. ഷേപ്പ് 3, 5. 3ൽ നിന്ന് 5ലേക്ക് എന്ത് ചെയ്യണം? ഫ്രഞ്ച് കർവ്സ് ഇങ്ങനെ വെക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി വരുന്നത് 1/6 ആണ്. 1/6 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 5 തന്നെയാണ് വരുന്നത്. അപ്പം 5 ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി. ഇക്വേഷനിൽ തന്നിട്ടുള്ളതേ ഒരു സൈഡിൻ്റെയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഐഡിയാസ് മാത്രമാണേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ 5. ഓക്കെ, ഇനി ഇവിടെ ഒരു 2 ലൈൻസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫോൾഡിങ്ങിൻ്റെ ലൈൻസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടിങ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് ഫോൾഡിങ്ങിൻ്റെ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻസ് കൊടുക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫോൾഡിങ് ആണ്. ഈ ഒരു പോർഷൻസ് കട്ട് ചെയ്തിട്ടില്ല, ഫോൾഡിങ് ആണ് വേണ്ടത്. പിന്നെ അടുത്ത ഒരു പോർഷൻസ് കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. ഈ ലൈൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അതായത് ഈ തുണി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ഇഞ്ചസ് വെച്ചിട്ട് നമുക്ക് താഴെയൊക്കെ ഒന്ന് മടക്കി അടിക്കാനൊക്കെ, അല്ലെങ്കിൽ 1.5 ഇഞ്ചസ്. അത് നിങ്ങൾക്ക് എത്രയാണോ എടുക്കേണ്ടത് അത് നിങ്ങളുടെ ഒരു ലിമിറ്റ് അനുസരിച്ച് എടുത്താൽ മതി. തയ്യൽ തുമ്പ് അങ്ങനെ ഇത്ര എടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 2 ഇഞ്ചസ് വെച്ചിട്ട് എടുക്കും. ഇവിടെ ഒരു 1 ഇഞ്ചസ് വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1/2 ഇഞ്ചസിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചസ്. പിന്നെ ഈ സൈഡ്സിൽ എപ്പോഴും നമ്മളൊരു 1.5 ഇഞ്ചസ് വെക്കണം. കുട്ടികൾ പെട്ടെന്ന് തടിയൊക്കെ വയ്ക്കും. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു 1.5 2 ഇഞ്ചസും ഇവിടെ വെക്കണം കേട്ടോ. ഈ സൈഡ്സിൽ ഓപ്പൺസിൻ്റെ കേസസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഓവർ വെക്കാത്തത്. 2 പോയിൻറ്റ്സും ഇവിടെ അടയാളപ്പെടുത്തി. താഴെ ഒരു പോർഷൻസിലും ഞാനൊരു 1.5 ഇഞ്ചസ് അടയാളപ്പെടുത്തി. 1.5 ഇഞ്ചസ് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ. ലൈൻസ് വരച്ചു. ഈ ഒരു പോർഷൻസിലൊക്കെ 1/2 ഇഞ്ച് മതി. പക്ഷെ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ 1/2 ഇഞ്ചസിൽ കിട്ടത്തില്ല. 1 ഇഞ്ചസിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു പോർഷൻസിൽ നമ്മൾ ഓൾറെഡി 1/2 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്, അതാണ് കുഴപ്പമില്ല. ഇവിടെയും നമ്മളൊരു 1/2 ഇഞ്ചസ് കൊടുക്കാം. ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ ഒരേ അളവാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് എന്ന് പറഞ്ഞിട്ട് 2 അളവ് വരാത്ത കേട്ടോ. നമ്മൾ ഒരേപോലെ തന്നെയാണ് അളവ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെരിക്കണം. കൈ ചെരിച്ചാൽ മതി കേട്ടോ. കൈ ഒന്ന് ചെരിക്കാം. ഇവിടെ ഒരു സൈഡിലേക്കൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്യുക. ഷോൾഡർ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ കട്ടിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 പീസസ് വരുന്നത്. ഇതിന് ഇവിടെയൊക്കെ ഒന്ന് മടക്കി അടിക്കണ്ടേ, അത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ബാലൻസ് ഉള്ള തുണി നമുക്ക് എത്രയാണോ ബാലൻസ് ഉള്ള ആ തുണി എടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ഇത്തിരി ബാലൻസ്, ഇപ്പം നമ്മൾ വേറെ ക്രോസ് പീസിന് വേണ്ടി വേറെ തുണിയൊന്നും എടുക്കുന്നില്ല. എനിക്ക് ഇത്രയോ ബാലൻസ് ഉള്ളൂ ക്രോസ് പീസ് അടിക്കാൻ. അപ്പോൾ നമ്മൾ നോക്കുക, അയ്യോ ഇത്ര ഉള്ളല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതൊരു 90 ഡിഗ്രി ആയിരിക്കും സ്ട്രെയിറ്റ് വരുന്നത്. അപ്പോൾ ഒരു 35 ഡിഗ്രീസിൽ ഇങ്ങനെ വെക്കുക. ഒരു 35 ഡിഗ്രീസിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്കെയിലിൻ്റെ അകലം തന്നെ വെച്ചോളൂ കേട്ടോ. ഒരു സ്കെയിൽ അകലം തന്നെ വെച്ചോളൂ. ഇതാ ഒരു സ്കെയിലിൻ്റെ അകലം വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ഈ പീസ് കളഞ്ഞു ഞാൻ. എന്നിട്ട് ക്രോസായിട്ട് ഇങ്ങനെ വെട്ടി കടന്ന് വെട്ടിക്കളയുക. ഇത് ക്രോസാണ്. അപ്പം നമ്മൾ ക്രോസായിട്ടാണ് ഇത്. ഞാൻ ഇവിടുന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ വെട്ടുന്നത്. വെട്ടി ഇവിടെ ഒന്ന് ലെവലാക്കണം. നമ്മൾ അതിൽ നിന്ന് ക്രോസ് പീസ് വെട്ടിക്കളഞ്ഞാണ്. 35-ലാണ് വെട്ടിയത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പീസസ് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് പീസ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ചിങ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട്.